നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. MDMAയുമായി കരമനയിൽ യുവാവ് പോലീസ് പിടിയിൽ. വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ താമസിക്കുന്ന സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ജസീമിനെയാണ് ഷാഡോ പോലീസും കരമന പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ MDMAയുമായി കാസർഗോഡ് നിന്നും ട്രെയിനിൽ തമ്പാനൂരിലെത്തിയ ജാസിം ബസ്സിൽ 11-ന് കൈമനത്തെത്തി. ഷാഡോ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയ പോലീസ് പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ബോംബിംഗ് നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി US-ുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ ഇറാൻ മിസൈൽ ആയുധശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA മൊത്തവിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി പിടിയിൽ. നൈജീരിയൻ സ്വദേശി ആഗ്ബേഡോ സോളമനാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. ഇരവിപുരം ASHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ആഗ്ബേഡോ സോളമൻ എന്ന 29-കാരനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് ഡൽഹിയിലെത്തി പിടികൂടിയത്. കൊല്ലത്ത് അറസ്റ്റിലായ ലഹരിക്കേസ് പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സെക്രട്ടേറിയറ്റിന് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം കടുപ്പിച്ച് ആശാ വർക്കേഴ്സ്. മുടി മുറിച്ചാണ് ആശമാരുടെ സമരം. സമരവേദിക്ക് മുൻപിൽ മുടി അഴിച്ച് പ്രകടനം നടത്തിയ ശേഷമാണ് മുടി മുറിച്ച് പ്രതിഷേധിച്ചത്. സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് ആശമാർ മുടി മുറിച്ച് പ്രതിഷേധിച്ചത്. ഒരാൾ തല മുണ്ഡനം ചെയ്തു. സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് സമരമാർഗം ആശമാർ കടുപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് ഉപരോധം, നിരാഹാര സമരം, അങ്ങനെ മുറകൾ ആശമാർ മാറ്റി മാറ്റി പരീക്ഷിച്ചു. ഇതിനു പിന്നാലെയാണ് മുടി മുറിച്ചും പ്രതിഷേധിക്കുവാൻ ആശമാർ തീരുമാനിച്ചത്. വെറും 17 വയസ്സുള്ള പെൺകുട്ടി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി, അതും വാടക ഗർഭധാരണത്തിലൂടെ. ഇതിന് പ്രതിഫലമായി ഏതാണ്ട് 1 കോടിയിലേറെ രൂപ നൽകിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിന് കുട്ടിയെ പ്രേരിപ്പിച്ച 50-കാരൻ പ്രത്യുപകാരമായി 1 കോടി രൂപ നൽകിയെന്നും മനുഷ്യക്കടത്ത് വിരുദ്ധ പ്രവർത്തകനായ ഷാങ്കുവാൻ ഷെങ്ഷി മാർച്ച് 24-ന് തന്റെ സമൂഹ മാധ്യമത്തിൽ എഴുതിയതിന് പിന്നാലെ സംഭവം വിവാദമായി. ഇതിനെ തുടർന്ന് ചൈനീസ് ഗവൺമെന്റ് 50-കാരനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് നടുറോഡിൽ പടക്കം പൊട്ടിച്ച് യുവാക്കളുടെ ആഘോഷം. ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ആഘോഷത്തിൽ പോലീസ് കേസെടുത്തു. പേരോട് കാറിൽ വെച്ച് പടക്കം പൊട്ടിച്ച സംഭവത്തിൽ പരിക്കേറ്റ 2 പേർക്കെതിരെ കേസെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് നാദാപുരത്ത് അതിരുവിട്ട ആഘോഷം നടന്നത്. കലാച്ചിയിലും വാണിമേൽ ടൗണിലും ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു യുവാക്കളുടെ പടക്കം പൊട്ടിക്കൽ. ഇതോടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടന്നു. സംഭവത്തെക്കുറിച്ച് അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്നാണ് ആക്ഷേപം. ഒരു മലയാള സിനിമയ്ക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് എമ്പുരാൻ. 2025-ൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. ലോകത്താകമാനം എമ്പുരാൻ 3-ാം സ്ഥാനത്താണ്. $19 മില്യൺ കളക്ഷൻ നേടിയതോടെ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്റ്റാത്തത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ ചിത്രങ്ങളുടെ തൊട്ടടുത്താണ് എമ്പുരാൻ എത്തി നിൽക്കുന്നത്. മ്യാൻമറിനെ പിടിച്ചുലച്ച ഭൂകമ്പത്തിൽ മരണസംഖ്യ ആശങ്കാജനകമാം വിധം ഉയരുന്നു. ഇതുവരെ 1700-ലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 3400-ലധികം പേർക്കാണ് പരിക്കേറ്റത്. 300-ഓളം പേരെ കാണാതായതായി മ്യാൻമാർ ഭരണകൂടം അറിയിച്ചു.
മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലെ തെരുവുകളിലെങ്ങും അഴുകിയ മൃതദേഹങ്ങളുടെ ഗന്ധമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.